പോലീസിൽ ഇതൊരു സംഘടനാ സ്വഭാവം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ ആദ്യകാലം മുതലാണ്, അതിനുമുമ്പ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രകടമായി ഒരു സംഘപരിവാർ സെല്ല് പോലീസിൽ പ്രവർത്തിച്ചു പോരുന്നത്. ഭരണപക്ഷ MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചത്. പിണറായിയുമായി വളരെ അടുപ്പമുള്ള ആളാണ്, CPM-ന് സ്വീകാര്യനായ ആളാണ്. ഈ ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി കോട്ടയത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. വലിയ പ്രതീക്ഷയായി. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്തായി? പക്ഷേ അതിന് കുറച്ച് കാലങ്ങളായി ഒരു പ്രകടമായ വർഗീയവൽക്കരണം കണ്ടുവരുന്നത് പോലീസ് സംവിധാനത്തിലാണ്. അന്ന് ഈ ADGP പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഡൽഹിയിൽ നടന്ന NRC വിരുദ്ധ സമരം, ആ ഷഹീൻബാഗ് സമരത്തിന് സമാനമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. കെജ്രിവാൾ ഉൾപ്പെടെ രാജ്യത്ത് ഒരുപാട് മുഖ്യമന്ത്രിമാരെ വേട്ടയാടുമ്പോഴും എന്തുകൊണ്ട് പിണറായി കയറി നീങ്ങുന്നില്ലെന്ന് ചോദിച്ചാൽ ഇത്തരം ഇടനിലക്കാരുടെ മാനേജ്മെന്റാണത്. കേരളത്തിന്റെ പ്രതിപക്ഷം പോലും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേരളത്തിൽ ഒരു മദ്രസ അധ്യാപകന് പോലും 1 രൂപ പോലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഇത്തരം ചർച്ചകൾ വ്യാപകമായി നടന്നപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമകാര്യ കൈകാര്യ മന്ത്രിയോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആരാണ് വോട്ട് ചെയ്യുന്ന തർക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് ചെയ്യാൻ ആ മനസ്സ് പാകപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിൽ മുസ്ലിം സമുദായത്തിന് ഒരു LP സ്കൂള് പോലും ഈ കേരളത്തിലില്ല. ഞാൻ വയനാട് ഹോസ്പിറ്റലിൽ ചെറുതൊക്കെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഇവിടെ കുറേ ഇതിങ്ങനെ അഴുക്കായി. അപ്പം അതിങ്ങനെ തുടച്ചു തന്ന ആളെ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു ആശയത്തിൻ്റെ ഒരു ബാരർ കിട്ടിയ ആളാണ്. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അദ്ദേഹം നമ്മോടൊപ്പം വിശകലനം ചെയ്യുകയാണ്. സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷി MLA തന്നെ നിലവിലുള്ള ഭരണ സംവിധാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ ക്രിമിനൽ വൽക്കരണവും വർഗീയവൽക്കരണവും നടക്കുന്നുവെന്ന് വലിയ തോതിൽ ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത ചർച്ചയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തെ, ഇതിൻ്റെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ SDPI എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? ഇത് 2 വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കേരളത്തിൻ്റെ പോലീസ് സംവിധാനം. കേരളം പൊതുവെ ഒരു മതനിരപേക്ഷ കേരളം എന്നതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളും ആപേക്ഷികം അത്തരത്തിൽ ഭേദപ്പെട്ടതാണ് എന്ന ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് കാലങ്ങളായി ഒരു പ്രകടമായ വർഗീയവൽക്കരണം കണ്ടുവരുന്നത് പോലീസ് സംവിധാനത്തിലാണ്. പഴയകാലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതൊരു ആശയ അടിത്തറയും ഒരു സംഘടന സ്വഭാവവും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കുറച്ച് നാളുകൾ തുടർച്ചയായിട്ട് ഒരു കേരളീയരല്ലാത്ത ഒരു ഉത്തരേന്ത്യൻ സ്വഭാവക്കാരായ DGP-മാരാണ് പോലീസിൽ നയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സീനിയോറിറ്റി വെച്ച് തന്നെ DGP-മാരായതാണ് പലരും. അപ്പോഴും അവരാ ഉത്തരവാദിത്തം ഒഴിഞ്ഞതിന് ശേഷം, അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് അവർക്ക് പുതിയ തസ്തികകൾ കൊടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതൊരു യാദർച്ഛിക സംഗതിയല്ല. ഒന്ന്, കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് 2ാം ഘട്ടമാണല്ലോ. 1ാം ഘട്ടം മുതൽ പിണറായി ഗവൺമെൻറ്റിന് എന്നതിനേക്കാൾ പിണറായിക്ക് ഉണ്ടായ കുറേ പ്രതിസന്ധികളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ കുറേ പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരം സംഗതികൾക്ക് ഒരു താൽക്കാലികമായ ആശ്വാസത്തിന് കേന്ദ്രം ഭരിക്കുന്നവർക്കിടയിൽ ഒരു ഇടനിലക്കാരെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ട്. അത്തരം ഇടനിലക്കാരായിട്ട് പോലീസിൻ്റെ അധിപന്മാർ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് അനുവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രമണൻ ശ്രീവാസ്തവയെ പോലീസിൻ്റെ ചീഫ് അഡ്വൈസറായി നിശ്ചയിച്ചു. അതിനുശേഷം റിട്ടയർഡ് അയാളെ നമ്മുടെ എറണാകുളത്തെ മെട്രോയുടെ ചീഫായിട്ട് നിശ്ചയിച്ചു. അവർക്ക് വലിയ പെൻഷനോടൊപ്പം വലിയ ശമ്പളം കൊടുത്ത്
സമാനമായ രീതി തുടർന്നു പോരുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായ ADGPയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നമുക്ക് ബോധ്യം വരുന്നത്. ഇന്ന് പുറത്തു വന്ന വാർത്ത അനുസരിച്ച് RSSന്റെ വലിയൊരു പ്രോഗ്രാം തൃശ്ശൂർ നടക്കുമ്പോൾ അതിൻ്റെ ദേശീയ നേതാവിനെ ഈ ADGP മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം പോയി കണ്ടു എന്നതാണ്. എന്ന് പറഞ്ഞാൽ പിണറായിക്കും ഇടതുപക്ഷ ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഇടയ്ക്ക് ജനതാല്പര്യത്തിനപ്പുറത്ത് അവരുടെ ചില പ്രതിസന്ധികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ സംവിധാനത്തെ ഇടനിലക്കാരായി ഉപയോഗപ്പെടുത്തുന്നു. അത് വലിയൊരു അപകടമാണത്. പോലീസ് സേനയെ വർഗീയവൽക്കരിക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. ആ വാദം ശരിയാകുന്നു എന്നുള്ള കാഴ്ചകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഒന്നിത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള ഒരു സ്വതന്ത്ര നിലപാടുള്ളവരായി മാറുകയാണ്. കാരണം ഒരിക്കലും ഗവൺമെന്റിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഗവൺമെന്റിനെ അല്ലെങ്കിൽ നയിക്കുന്നവരുടെ മുഴുവൻ താല്പര്യങ്ങളും അറിയുന്നവരാണ് ഇവർ. അതിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടവരാണ്. അതല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികളിൽ ഇടനിലക്കാരായവരാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അഹങ്കാരവും അത് അവർക്ക് കിട്ടുന്ന അത്തരം പിന്തുണകളുമെല്ലാം വളരെ ഗുരുതരമായൊരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ പറയുന്ന പോലീസിൽ ഇതൊരു സംഘടനാ സ്വഭാവം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ ആദ്യകാലം മുതലാണ്, അതിനുമുമ്പ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രകടമായി ഒരു സംഘപരിവാർ സെല്ല് പോലീസിൽ പ്രവർത്തിച്ചു പോരുന്നത്. അപ്പോൾ ഒന്ന് ഇത്തരം ആ സംവിധാനം ഒരു RSSകാരൻ എവിടെയുണ്ടെങ്കിലും RSSന്റെ അജണ്ട നടപ്പിലാക്കാനും BJPയുടെ രാഷ്ട്രീയ താല്പര്യം നടപ്പിലാക്കാനും മാത്രമാണ് ലക്ഷ്യം കാണുക. സ്വാഭാവികമായും ഈ പോലീസ് സംവിധാനത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഉത്തരവാദിത്വങ്ങൾ ദുർവിനിയോഗപ്പെടുത്തി ഇത്തരം രാഷ്ട്രീയ താല്പര്യത്തിന് വർഗീയ രാഷ്ട്രീയത്തിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നു. മറുഭാഗത്ത് ഇത്തരമൊരു പരമാധികാരം കിട്ടുന്ന ഉദ്യോഗസ്ഥർ മാഫിയകളുമായി ചേർന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരുമായി ചേർന്ന് അല്ലെങ്കിൽ ദേശവിരുദ്ധരുമായി ചേർന്ന് അല്ലെങ്കിൽ നാട്ടിൻ്റെ ഗുണ്ടാസംഘങ്ങളുമായി ചേർന്ന് തങ്ങളുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്നു. അതിന് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിരുത്തരവാദപരമായ സമീപനം, അതല്ലെങ്കിൽ അവർ അകപ്പെട്ട പ്രതിസന്ധി, അത് സമൂഹത്തിനോ നാടിനോ വേണ്ടിയല്ല, അവരുടെ ആർത്തി കൊണ്ടോ അവരുടെ ദുഷ്ടലാക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഴിമതി കൊണ്ടോ ഒക്കെ അവർ പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമായി അവർ ഈ സംവിധാനത്തെ ദുർവിനിയോഗപ്പെടുത്തുമ്പോൾ അതിന് കേരളം പോലുള്ള സംസ്ഥാനം വലിയ വില കൊടുക്കേണ്ടി വരുന്നുവെന്നതാണ്. ഇപ്പം SDPI ഞങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭർത്താവ് ഒരു കേസിൽ കുറ്റാരോപിതനായി എന്നതുകൊണ്ട് ഭാര്യയെ 3 മാസക്കാലം തടവിൽ പാർപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഭർത്താവ് കുറ്റാരോപിതനായി, അയാളെ പിടികിട്ടാത്തതുകൊണ്ട് ഭാര്യയ്ക്കെതിരെ ആ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഒരു രാത്രി എന്ന് പറഞ്ഞ് തടവറയിൽ പാർപ്പിച്ച സംസ്ഥാനമാണ് കേരളം. അതിന് മനസ്സ് കാണിച്ചൊരു പോലീസിന്റെ വർഗീയ മനസ്സുണ്ട്. മറ്റൊന്ന്, നമുക്ക് ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ച ചില ആളുകളോട് ജയ് ശ്രീറാം പറയാൻ വേണ്ടി നിർബന്ധിച്ച് മർദ്ദിക്കുക, പിന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുക. ഞങ്ങൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സ്വാധീനമുള്ള മേഖല മലപ്പുറം ജില്ല ഉൾപ്പെടെ പ്രദേശങ്ങൾ മുഴുവൻ കുറ്റവാളികളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, FIRന്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അതിൽ ഭീകരമായ വകുപ്പുകൾ ചേർത്തുക, തെറ്റായ പ്രചരണങ്ങൾ നടത്തുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിൽ നടന്ന ഒരു പ്രതിഷേധം മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് നടന്ന ആ ഒരു പ്രക്ഷോഭത്തിൽ അന്ന് ഈ ADGP പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഡൽഹിയിൽ നടന്ന NRC വിരുദ്ധ സമരം, ആ ഷഹീൻബാഗ് സമരത്തിന് സമാനമായ സമരമാണ് ഇവിടെ നടക്കുന്നത്, ഇത് പാകിസ്ഥാൻ താല്പര്യമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് സമരം ചെയ്യുന്നവരുടെ വസ്ത്രവും ബാഹ്യ സംസ്കാരവും മതവും നോക്കി പ്രഖ്യാപനം നടത്തുന്ന അതീവ ഗുരുതരമായൊരു പ്രശ്നം കേരളത്തിൽ തുടർന്നു പോരുന്നുണ്ട്. ഇത് ഞങ്ങൾ നേരത്തെ ഉയർത്തി കാണിക്കുന്ന പ്രശ്നമാണ്. ഇതിന് കേരളം വലിയ വില നൽകേണ്ടി വരും. സംഘപരിവാർ താല്പര്യമുള്ള പോലീസ് അവർ പരസ്യമായി അവരുടെ നിലപാടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കലും അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതിയവരാണ് കേരളത്തിലെ ആ അർത്ഥത്തിൽ പുരോഗമന വീക്ഷണം പുലർത്തുന്നവരും കേരളത്തെ ആ അർത്ഥത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരും. പക്ഷേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം
കേന്ദ്ര സർക്കാരിൻ്റെ പോലീസിൻ്റെ അതേ നയത്തിലേക്കാണ് കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് അത്. രണ്ടാമതായിട്ട് അതിൻ്റെ മുൻനിരയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ കെട്ടഴിച്ചു വിടുന്നതിൻ്റെ ഒരു ദുരന്തം കൂടി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? കാരണം ആരാണ് നിയന്ത്രിക്കുക? നമ്മുടെ നാട്ടിൽ പൂച്ചയ്ക്കാരും മണി കെട്ടുമെന്ന് ചോദിക്കലുണ്ട്. ഇപ്പം ഈ വലിയ വിവാദം, ഒരു ഭരണപക്ഷ MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചത്. പിണറായിയുമായി വളരെ അടുപ്പമുള്ള ആളാണ്, CPM സ്വീകാര്യനായ ആളാണ്. ഈ ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി കോട്ടയത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. വലിയ പ്രതീക്ഷയായി. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്തായി? DGPയുടെ താല്പര്യം അവഗണിച്ച് ഒരു പുതിയ രീതി മുഖ്യമന്ത്രി അവലംബിച്ചുവെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ആര് നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ആർജവും ഈ വിഷയത്തിൽ പിണറായിക്ക്, മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മുഖത്ത് നോക്കി പലതും പറയാൻ ഈ ADGP ഉൾപ്പെടെയുള്ളവർക്കുണ്ടാവും. പിണറായിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്ത പലതും ഉണ്ടാകും. വഴിവിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ നിലവിലുണ്ടായ ഒരുപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് പിണറായിക്കെതിരെ നീങ്ങാത്തത്? നീങ്ങരുത് എന്നത് നമ്മുടെ താല്പര്യമാണ്. കാരണം ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങരുതെന്നത് ജനാധിപത്യ താല്പര്യമാണ്. പക്ഷേ കെജ്രിവാൾ ഉൾപ്പെടെ രാജ്യത്ത് ഒരുപാട് മുഖ്യമന്ത്രിമാരെ വേട്ടയാടുമ്പോഴും എന്തുകൊണ്ട് പിണറായിക്കെതിരെ നീങ്ങുന്നില്ലെന്ന് ചോദിച്ചാൽ ഇത്തരം ഇടനിലക്കാരുടെ മാനേജ്മെൻ്റാണത്. അതിന് ഒരു രാഷ്ട്രീയ താല്പര്യം ഇവിടെയുണ്ട്. അതിൻ്റെ വിജയമാണ് തൃശ്ശൂർ ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ആരാണ് നിയന്ത്രിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി കേരളത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു ഭരണകക്ഷി MLA ഉന്നയിക്കുന്നത്. അപ്പോൾ ഭരണകക്ഷി MLA ഉന്നയിച്ചതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ടോ? അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അൻവറിനെ സംബന്ധിച്ച് അൻവറിന് മറ്റു പലതിനും പ്രതിഷേധം ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില സംഗതികൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ നഷ്ടപ്പെട്ട ഇത് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല എന്ന പ്രശ്നങ്ങളെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി ഇടതുപക്ഷ ഗവൺമെൻറ്റുമായുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നതല്ല. അതല്ല നമ്മുടെ പ്രശ്നം. അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നതല്ല നമ്മുടെ പ്രശ്നം. അത് അദ്ദേഹത്തിൽ ചുരുങ്ങുന്ന സംഗതിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയിൽ ചേരാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സംഗതിയിൽ പരിമിതിപ്പെടും. പക്ഷേ അത് ഉയർത്തിപ്പെട്ട ഗുരുതരമായ പ്രശ്നമുണ്ട്. കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുക, പിന്നെ സ്വർണം പൊട്ടിക്കാൻ കൂട്ടുനിൽക്കുക, കൊലപാതകത്തിൽ പങ്കാളിത്തം, അതിന് ബൗദ്ധികമായ പങ്കാളിത്തം, ഗൂഢാലോചന ഉൾപ്പെടെ ഉണ്ടാകുക. ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഇവിടെ മരമുറി കേസ് മുമ്പിരുന്ന ഒരു SP എന്താ അബ്ദുൽ കരീം SP ആയിരുന്നപ്പോൾ നടത്തിയതാണ് എന്ന് പറയാൻ പുതിയ പശ്ചാത്തലത്തിൽ ആരോപിതർ ക്യാമ്പയിൻ നടത്തുക, സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക. അപ്പം അതോടൊപ്പം തന്നെ കേരളത്തെ വർഗീയവൽക്കരിക്കുന്നു എന്നതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പ്രശ്നം വരുന്നു എന്നതല്ല. ഒരു സന്തുലിതമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജനസംഖ്യാനുപാതികമൊക്കെ നിലനിൽക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുകൊണ്ട് കേരളത്തിൽ പൊതുവെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണത്. ഇവർക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തു ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ആഘാതം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാണല്ലോ. അപ്പോൾ അത് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളെയാണ് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അൻവർ ചുരുങ്ങിയോ ഉൾവലിഞ്ഞോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരളം നിലനിൽക്കുന്നതാണ്, വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം പോലും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കുന്നതിനപ്പുറത്ത് മുഴുവൻ പരാമർശങ്ങളും ആരോപണങ്ങളും കൃത്യമായി അന്വേഷിക്കാൻ വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണം. അത് ഏത് ഏജൻസി അന്വേഷിച്ചാലും അതാണ് ഉണ്ടാകേണ്ടത്. സംഘപരിവാറിൻ്റെ വാഴ്ചയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ മണ്ണ് സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് താമര വിരിയാൻ പാകമായിട്ടില്ല എന്ന് കരുതിയവരാണ് കേരളത്തിലെ സെക്യുലർ മനസ്സ് സൂക്ഷിക്കുന്നവരെല്ലാം. പക്ഷെ അവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് അവർ കണക്കൂട്ടാത്ത വിധത്തിലൊരു വിജയമാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും ഒരുപോലെ ആരോപിക്കുന്നത് BJPയുടെ വിജയത്തിൻ്റെ പുറകിൽ ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾ, അവിശുദ്ധ രാഷ്ട്രീയ സഖ്യങ്ങൾ നടന്നിരുന്നു എന്നുള്ള ആരോപണം. CPM പാലം വലിച്ചു എന്ന് പരോക്ഷമായി CPI പറയുന്ന ഒരു സാഹചര്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് രൂക്ഷമായ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നു.
ആസൂത്രിതമായി പാലം വലിച്ചുവെന്ന് മുരളീധരൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ മണ്ണ് BJPക്ക് അനുകൂലമായി പാകപ്പെടുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയതിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട് എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിലെ ഈ കേരളത്തെ ഒരു സംഘപരിവാര രാഷ്ട്രീയത്തിന് അനുകൂലമായി പാകപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികൾ അറിഞ്ഞോ അറിയാതെയോ കാലങ്ങളായി നിർവഹിച്ചു പോരുന്ന ഒരു സംഗതിയാണത്. കാരണം സംഘപരിവാർ എപ്പോഴും ഒരു പക്ഷത്തെ ശത്രുപട്ടികയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന രീതി അവലംബിച്ചു പോരുന്നത്. ആക്രമണങ്ങൾ അവർക്ക് സ്വാധീനമുള്ളിടത്താണ്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഉദാഹരണം കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നിരന്തരമായ ആരോപണങ്ങൾ ഒരുപാട് കാലങ്ങളായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എല്ലാ ഓഗസ്റ്റ് 10 കഴിഞ്ഞാൽ ആയുധവുമായി കപ്പൽ വരുന്നു എന്ന വാർത്ത നിരന്തരം കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഓരോന്ന് എറണാകുളത്ത് കണ്ടെയ്നർ ലോട്ട് വന്ന് മുസ്ലിങ്ങൾ വസ്തുക്കൾ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാമ്പയിൻ പലപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ആ ക്യാമ്പയിന് പുതിയ സ്വഭാവം വന്നിട്ടുണ്ട്. കാരണം മുഖ്യധാര അല്ലെങ്കിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ തൃശ്ശൂരിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിച്ച അതിന് ചില മുൻകാല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് തുടക്കം മുതൽ, ഞാൻ പറയുന്നത് അതിന് മുമ്പുള്ള ഗവൺമെൻറ് ഭേദമായിരുന്നു എന്നതല്ല, നിലവിലുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലം മുതൽ കേരളത്തിൽ നിന്ന് വലിയൊരു പ്രചരണമുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് നികുതി വിഹിതം മദ്രസ അധ്യാപകർക്ക് 25,000 ശമ്പളം എന്നതിൽ നിശ്ചയിച്ചു കൊടുക്കുന്നു. സമാനമായ ഒരുപാട് പ്രചരണം നടന്നു. ഈ കേരളത്തിൽ ഒരു മദ്രസ അധ്യാപകന് പോലും 1 രൂപ പോലും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഇത്തരം ചർച്ചകൾ വ്യാപകമായി നടന്നപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമകാര്യം കൈകാര്യം മന്ത്രിയോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറയുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ താൽക്കാലികമായ ലാഭം ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണത്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളെ പരസ്പരം അകറ്റുന്നതിന് വേണ്ടി ക്യാമ്പയിൻ നടന്നു. ന്യൂനപക്ഷത്തിൻ്റെ അനർഹമായി പലതും കൈയടക്കി വെച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ പ്രചരണം നടന്നു. രണ്ടാമത് വെള്ളാപ്പള്ളി ഉന്നയിച്ചൊരു പ്രശ്നമാണ്. അത് ന്യൂനപക്ഷ വകുപ്പിൻ്റെ മുഴുവൻ പദ്ധതികളും മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊരു പ്രചരണം നടന്നു. അതിന് ഉയർത്തി കാണിച്ചൊരു പ്രശ്നം പാലോളി കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങളാണ്. പാലോളി കമ്മീഷൻ രൂപം കൊണ്ട പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഇവിടെ സച്ചാർ കമ്മിറ്റി, ഒന്നാം ഇന്ത്യ സർക്കാരിൻ്റെ നിശ്ചയിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗത്തേക്കാൾ മുസ്ലിം ന്യൂനപക്ഷം പിന്നാക്കമാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് അത് പഠിക്കാൻ നിശ്ചയിച്ചൊരു കമ്മീഷനാണ് പാലോളി കമ്മീഷൻ. പാലോളി കമ്മീഷൻ്റെ ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിന്നാക്കം നിൽക്കുന്നവരുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചു. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് വളരെ വലിയ പ്രചരണം കേരളത്തിൽ നടന്നു. അതിനെ കൃത്യമായി അതിന് മറുപടി പറയാനോ മറുപക്ഷവും ശ്രമിച്ചിട്ടില്ല. കാരണം ഈ ധ്രുവീകരണത്തിനെതിരെ പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ ഈ പിണറായി രണ്ടാമത് അധികാരത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമീർ ഹസൻ കുഞ്ഞാലി കേരളം ഭരിക്കുമെന്നൊരു ക്യാമ്പയിൻ നടന്നു. വളരെ ഗുരുതരമായ സംഗതിയാണല്ലത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ക്യാമ്പയിനിലൂടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും അതോടൊപ്പം തന്നെ സംഘപരിവാര അനുകൂലികളുടെ വോട്ടും തങ്ങൾക്ക് കൈക്കലാക്കാമെന്ന ഒരു ഹിഡൻ അജണ്ട പ്രയോഗത്തിൽ CPM കണ്ടിരുന്നു. കോടിയേരിയാണ് ആ പ്രയോഗം നടത്തിയത് എന്നെൻ്റെ ഓർമ്മ. അതുണ്ടാക്കിയ ധ്രുവീകരണമുണ്ട്. അപ്പം ഇങ്ങനെ വിവിധ കുപ്രചരണങ്ങളിലൂടെ, തെറ്റായ പ്രചരണങ്ങളിലൂടെ, തെറ്റായ നടപടിക്രമങ്ങളിലൂടെ അല്ലെങ്കിൽ മൗനം സ്വീകരിച്ചുകൊണ്ടൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം സാമ്പ്രദായിക പാർട്ടിയിൽ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്നു. അതൊരു പരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണത്. അതിൻ്റെ ആത്യന്തികമായ ലാഭം രാഷ്ട്രീയമായി കിട്ടുന്നത് സംഘപരിവാറിനാണ്. അതാണ് ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരാണ് വോട്ട് ചെയ്യുന്ന തർക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് ചെയ്യാൻ ആ മനസ്സ് പാകപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ടല്ല. നാളുകളായി നടത്തുന്ന പ്രചരണങ്ങൾ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ടയാക്കി മാറ്റിയപ്പോൾ ഒരു പരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിനിലൂടെ നേടിയതാണത്.
അപ്പോൾ ഇതിന് പാകപ്പെടുത്തി കൊടുത്ത് സാമ്പ്രദായിക മുന്നണികളാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും അതിനെ നയിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ഉൾപ്പെടെയുള്ളവർ ഒന്നുമില്ലെങ്കിൽ മൗനം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വക്താക്കളായി മാറുന്നു. അതുകൊണ്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് അനുകൂലമായ കളം കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിന് നേരത്തെ ഇപ്പം വളരെ ചർച്ചയാവുന്നതാണ്, മതന്യൂനപക്ഷങ്ങൾ അനർഹമായി നേടുന്നു എന്നുള്ള പ്രയോഗം വെള്ളാപ്പള്ളി പോലുള്ള ആളുകൾ വളരെ ചർച്ച ഉയർന്നു വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന് നേരെ ബോധപൂർവം കണ്ണടച്ച് നിൽക്കുകയല്ലേ? അതെ, അതിൻ്റെ അപകടം എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും ഏത് മനുഷ്യനും പ്രത്യയശാസ്ത്രപരമായൊരു വികാരം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, അത് പ്രകോപിപ്പിച്ച പ്രശ്നമാണ്. അത് ഗാന്ധിസം ഉള്ളവർക്കുണ്ടാവും, എത്ര ഇത് പറഞ്ഞാലും. മതങ്ങൾക്കുണ്ടാവും, മതവിശ്വാസികൾക്കുണ്ടാവും, വ്യക്തിപൂജകർക്കുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായൊരു വികാരമാണ്. ഇത്തരം വികാരത്തെ ഉത്തേജിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന മറ്റുള്ളവർ അപഹരിക്കുന്നുവെന്ന ഒരു പ്രചരണം. അത് തങ്ങളുടെ കൂടെ ആളെ കൂട്ടാനും അണികളെ ഉത്തേജിപ്പിക്കാനും ഉപകരിക്കും. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ സ്റ്റേറ്റ് ക്യാബിനറ്റിൽ ഒന്ന് പരിശോധിച്ച് കേരളത്തിൻ്റെ മുസ്ലിം ജനസംഖ്യ 25%, നമുക്ക് അങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ക്യാബിനറ്റിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാകണം? ആനുപാതികം നോക്കിയാൽ പോട്ടെ. കേരളത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് എത്ര മുസ്ലിങ്ങൾ ജയിക്കണം? ആനുപാതികം 20-ൽ എത്ര ഉണ്ടാകണം? 4-ൽ 1 ഉണ്ടാകണം. എവിടെ പ്രാതിനിധ്യം? ഇനി ഞങ്ങൾ മുമ്പ് ഞാൻ ഒരു കണക്ക് പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിൽ നമുക്ക് പരിശോധിക്കാം, എ ക്ലാസ് ഉദ്യോഗം പരിശോധിക്കാം, അതോടൊപ്പം തന്നെ അഡീഷണൽ സെക്രട്ടറിമാരെ പരിശോധിക്കാം. ഈ കേരളത്തിൽ നിലവിൽ സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകളുടെ ചെയർമാനായി വന്നിട്ടുള്ളവർ നിശ്ചയിക്കാം. അങ്ങനെ എന്ത് സംവിധാനം പരിശോധിച്ചാലും അവിടെയൊന്നും ഈ പ്രാതിനിധ്യം കാണാനില്ല. പിന്നെ എന്താണ് യാഥാർത്ഥ്യത്തിൽ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഗൾഫുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി മുസ്ലിം സമുദായത്തിന് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിനും വന്നിട്ടുണ്ട്. അതൊരു മതപരമായ സ്വഭാവത്തിലൊന്നുമല്ല. അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മക്കളെങ്കിലും പഠിക്കട്ടെ എന്ന ഒരു താല്പര്യത്തിലേക്ക് എത്തിയപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ കുറച്ച് മുന്നോക്കമായിട്ടുണ്ട്, കുറച്ച് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയും അറിയേണ്ടത് ഗവൺമെൻറ് കൊടുത്ത ഭൂമിയിൽ മുസ്ലിം സമുദായത്തിന് ഒരു LP സ്കൂള് പോലും ഈ കേരളത്തിലില്ല, സർക്കാർ ഭൂമിയിൽ. പിന്നെ നമ്മൾ ചിലയിടത്തൊക്കെ കാണും ഗവൺമെൻറ് മുസ്ലിം സ്കൂളെന്ന്. അതിൻ്റെ ചരിത്രം എന്താണെന്നറിയോ? അത് ഒരു കാലത്ത് മുസ്ലിങ്ങൾ നാട്ടിൽ തുടങ്ങിയ സ്കൂളാണ്, പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ ഗവൺമെൻറ് മുസ്ലിം സ്കൂളായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് SDP അതിൻ്റെ നയം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ നയപ്രഖ്യാപനം UDFന് അനുകൂലമായ ഒരു നയപ്രഖ്യാപനമായിരുന്നു. അത് കേരളത്തിൽ UDFന് ആവുന്നു, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയോടുള്ള താല്പര്യം ആവാം. ഇപ്പോൾ മുന്നോട്ട് വെച്ച ഈ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, ഈ കാഴ്ചപ്പാടുകളോട് അനുകൂലമായ സമീപനം ഇന്ത്യ മുന്നണി കൈക്കൊള്ളും എന്നൊരു തീരുമാനമായിരിക്കുമല്ലോ ഇത്തരമൊരു പിൻബലം നൽകാൻ പ്രാതിനിധ്യം. പക്ഷേ അക്കരെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അത്ര നല്ല പ്രതികരണം ആയിരുന്നില്ലല്ലോ. അല്ല, അത് 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഈ സാമ്പ്രദായികമായ പാർട്ടികളൊന്നും രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം പരിഗണിക്കുന്നതല്ല എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത്. എന്നാൽ ഭൂരിപക്ഷം വ്യത്യസ്ത മതസാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ട ഭൂരിപക്ഷം. കാരണം അത് ഒരുപാട് കാര്യം നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 വർഷം ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം നടത്തി, ഏകദേശം 48 വർഷം അല്ലേ, ഏകകക്ഷി ഭരണം നടത്തി. മുഴുവൻ സ്റ്റേറ്റുകളും അവരുടെ കയ്യിലാണ്. രാജ്യത്തിൻ്റെ ഒരുപാട് വികസനങ്ങളെക്കുറിച്ച് പറയുന്നത്, പക്ഷെ സാധാരണക്കാരുടെ സാമൂഹ്യമായ വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, അധികാര പങ്കാളിത്തത്തിന് ഒന്നും ചെയ്തിട്ടില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, BP മണ്ഡലിനെ നിശ്ചയിച്ചത് മൊറാർജി ഗവൺമെൻറ്റാണ്. അതിനുശേഷം വന്ന രാജീവ് സർക്കാർ ഉൾപ്പെടെയുള്ളവർ, ഇന്ദിരാ സർക്കാർ ഉൾപ്പെടെ അത് തുറന്നു നോക്കിയിട്ടില്ല. പിന്നീട് BP സിംഗാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രാജ്യത്തിൻ്റെ പിന്നാക്ക ജനത അനുഭവിക്കുന്ന ചില
ഇത്തരം ചില അധികാര പങ്കാളിത്തത്തിന് കാരണം VP സിംഗ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് സാമൂഹ്യ നീതിയോട് മുഖം തിരിഞ്ഞുള്ള അനുഭവമാണ് ഉള്ളത്. രാജ്യത്ത് ഒരുപാട് വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇരകളാക്കപ്പെട്ട വർഗീയ കലാപം ഈ 50 വർഷത്തെ ഭരണകാലത്ത് നടന്നിട്ടുണ്ട്. എവിടെയും ഒരാൾക്കെതിരെ പോലും ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 50 കൊല്ലത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നമ്മൾ എണ്ണിയാൽ തീരാത്ത വർഗീയ കലാപം, പണ്ട് നമ്മൾ പറയുമല്ലോ ബഗൽപൂർ, ജബൽപൂർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരിടത്ത് പോലും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിയമം അതിൻ്റെ വഴിക്ക് പോയിട്ടില്ല. പക്ഷപാതപരമായ സമീപനമാണ്. ആ കോൺഗ്രസ് ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റുള്ള മാറ്റം ഗവൺമെന്റ് കലാപത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അന്ന് സംഘപരിവാറായിരുന്നു കലാപകാരികൾ. ഇന്ന് ഗവൺമെന്റ് കലാപത്തെ പ്രൊമോട്ട് ചെയ്തു. അതാണ് സംഘപരിവാർ ഉൾപ്പെടെയൊരു മാറ്റം. ഇപ്പോൾ അസം ഹരിയാന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉൾപ്പെടെ നമുക്കറിയാമല്ലോ. അപ്പം അതാണ് അതിൻ്റെ ഒരു മാറ്റം. അപ്പം അത്തരം ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സർവ്വസ്വീകാര്യമായി എന്നതുകൊണ്ടല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ പൊതുവെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണി കോൺഗ്രസ് പറഞ്ഞിരുന്നു. അത് രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞിരുന്നു. അത് ഞങ്ങളൊരു ഇതായിക്കൊണ്ട്. മറ്റൊന്ന്, ഇന്ത്യയുടെ ഒരു മതനിരപേക്ഷ ബോധമുള്ളവരുടെ രാജ്യസേനകളിൽ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു, BJP ഗവൺമെന്റ് മാറണമെന്ന്. പിന്നെ പകരമാര് വരിക എന്നത് നമുക്കറിയാമല്ലോ. അതാണ്. അപ്പൊ BJP ഗവൺമെന്റ് മാറണം എന്ന് വരുമ്പോൾ പകര സാധ്യതയുള്ളവരെ പിന്തുണയ്ക്കുന്നൊരു നിലപാടാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നൊരു നിലപാടാണ് സത്യത്തിൽ നമ്മൾ സ്വീകരിച്ചത്. അത് 2 കാരണമാണ്. ഒന്ന്, ജാതി സെൻസസിനോട് പുലർത്തിയൊരു അനുഭാവമുണ്ട് കോൺഗ്രസ്. അത് ഈ ഖാർഗെ KCC പ്രസിഡന്റ് ആയതിന്റെ ഒരു ഗുണമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം മറ്റ് കോൺഗ്രസ് നേതാക്കളും അത്യാവശ്യം കുറച്ച് വായനയും പഠനവുമുള്ള വളരെ ആർജവമുള്ള ലീഡർ എന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ ആ നയമാറ്റം എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, ഈ BJP സർക്കാർ മാറണം എന്ന ഒരു നിലപാട് കൂടി വന്നപ്പോൾ അത്തരൊരു സമീപനം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അവരെന്ത് സ്വീകരിച്ചു അവിടെ രാഷ്ട്രീയ മര്യാദയാണ്. നമ്മൾ അതിന് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ്. മറ്റൊന്ന്, വളരെ ഫ്രാങ്കായിട്ട് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംഹിതകൾ, ചർച്ചകൾ, ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്കിൽ പോലും വിവിധ കോണുകളിൽ നിന്നും SDPI ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആരോപണം SDPIക്കുള്ള മത തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ള ആരോപണമാണ്. പോപ്പുലർ ഫ്രണ്ടിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, നിരോധനം, അതിന് തുടർച്ചയായി വന്നതിന് ശേഷം SDPIയോട് പോലും ഒരു സംശയദൃഷ്ടിയ നോക്കൽ, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പോലീസ് എന്തുകൊണ്ട് സമീപനം എടുത്തു എന്ന് വിശദീകരിക്കുകയുണ്ടായി. എങ്കിലും പൊതുമണ്ഡലത്തിൽ അങ്ങനെ ചില ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? 2 കാര്യമുണ്ട്. എന്നറിയോ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞങ്ങളെപ്പോലെ പാർട്ടി ഒരർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ചോദ്യം കൂടിയാണ്. കാരണം ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടി ഇങ്ങനെ ഒരു ദുരൂഹതയിൽ നിർത്തുക എന്നൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് നമ്മളൊരു കേരളത്തിൽ ഒരു കുറഞ്ഞ കാലത്തൊരു ചരിത്രം ഓർക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ചില നിലപാടുകൾ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുള്ള കുറച്ചു കാലം പരിശോധിക്കാം. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് വിഘടനവാദിയാണ് എന്ന് പറഞ്ഞൊരു പാർട്ടി CPM. പഞ്ചാബിൽ പോയി അല്ലേ, വിഘടനവാദത്തിന്റെ വാൾ സേട്ടുവിന്റെ കയ്യിലും എന്ന് പറഞ്ഞു എഴുതിയ പത്രമാണ് ദേശാഭിമാനി. ഒക്കെ ഓർമ്മയുണ്ടാവും. പിന്നീട് ഒരു തുടർച്ച ആലോചിച്ച് നോക്കിയേ. അപ്പം എന്ന് പറഞ്ഞാൽ അതിനൊരു ചാപ്പ കുത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ റോളുണ്ട്. കാരണം ബൗദ്ധിക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് ഒരു പൊതു തോന്നലുണ്ട്. അതിനവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരുടെ കൂടെ നിന്നെല്ലാം റെഡിയായതൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. പിന്നെ ആ ക്യാമ്പയിനാണ്. പിന്നീട് നമുക്കറിയാം രാഷ്ട്രീയമായി വലിയ മുന്നേറ്റം നടത്തിയിട്ടില്ലെങ്കിലും അബ്ദുൽ നാസർ മഹദിന് PDP ആയിട്ട് വന്നു. ആ PDPയുടെ തുടക്കകാലം, അതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന കാലത്തോടും ഭരണകൂടം സ്വീകരിച്ച സമീപനം ആഗോള തീവ്രവാദത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഓലഷെഡ് ആയ ഒരു ആസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. പിന്നീട് ഉണ്ടായ സംഗതി നമുക്കറിയാം. പിന്നെ അദ്ദേഹം എപ്പോഴാണ് മതേതരവാദിയായത്? ഇടതുപക്ഷത്തെ പിന്തുണച്ചപ്പോഴാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ തീവ്രവാദ ചാപ്പങ്ങ് ഒഴിഞ്ഞു. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷവും സ്ഥിരമായി
സമ്പർക്കം പുലർത്തിയിരുന്ന സഹകരിച്ചിരുന്ന മൂവ്മെൻ്റാണ്. അവർക്കൊരു രാഷ്ട്രീയ സ്വഭാവം വന്നപ്പോൾ അവരെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാതിരിക്കും കൂടി ചെയ്തപ്പോൾ തീവ്രവാദത്തിൻ്റെ ചാപ്പ കുത്തി. അപ്പോൾ വ്യക്തികളെയും പ്രസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇത്തരം ചാപ്പ കുത്തി പർവ്വതീകരിച്ച് നിലനിർത്തണമെന്ന ഒരു താല്പര്യം സാമ്പ്രദായിക സംവിധാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെയും അത്തരം ചില ആരോപണങ്ങൾ നിരന്തരമായി വരുന്നുണ്ട്. ഇപ്പം തന്നെ എസ് ടി പി മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് രാഷ്ട്രീയ ആശയം, ഒന്ന് സോഷ്യൽ ഡെമോക്രസിയാണ്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. ഒരു മത പാർട്ടിയല്ല, മത ആശയമല്ല. ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇത്തരം ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി വേറെ കുറവായിരിക്കും. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് ഏകദേശം 1000-നടുത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. അത് പരിശോധിച്ചാൽ അതിൻ്റെ 50% ഈ മുസ്ലിം സമുദായത്തിൽ പെടാത്തവരായിരിക്കും. ഞാൻ അങ്ങനെ പറയുന്ന കാരണം ഒരു പാർട്ടിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ. മറ്റൊന്ന്, കേരളത്തിൽ പോലും ഒരു ജനറൽ വാർഡിൽ ഒരു പട്ടികവർഗക്കാരനായ ഒരു സഹോദരത്തെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ഒരു പാർട്ടി ഈ പാർട്ടിയായിരിക്കും. വേറൊരു രാഷ്ട്രീയ പാർട്ടിയും അത് ചെയ്യാറില്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിലെല്ലാവരും ഭയപ്പെടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു മാനുഷികതയുടെ രാഷ്ട്രീയമാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്, ഭരണഘടന ആമുഖം എന്താണോ പറയുന്നത് അതാണ് സോഷ്യൽ ഡെമോക്രസി. കേരളം ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വേദനാജനകമായ ദുരന്തങ്ങളാണ്. അവിടെയൊക്കെ വളരെ നിസ്വാർത്ഥം എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ദുർഘട മേഖലയിൽ പോയി സേവനം ചെയ്യുന്നവർ നിങ്ങൾ പരിശോധിച്ചാൽ അതൊക്കെ പൊതുവെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തകരായിരിക്കും. അല്ല, അത് BJPക്ക് പോലും അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ നേരിട്ട് പറയുകയും ചെയ്തു. അതെന്താണെന്നറിയോ, ഞങ്ങളെപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്. ഇത് ഒരു അത് നമുക്കെന്താ പറയുക, എപ്പോഴും അടിസ്ഥാനപരമായി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നമ്മുടെ ഒരു ഉത്തരവാദിത്വം 2 രീതിയിലാണ്. ഒന്ന് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, മറ്റൊന്ന് നമ്മുടെ പാർട്ടിപരമായ ഉത്തരവാദിത്വമുണ്ട്. ഇത് സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കണം. അതിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകളില്ല. അത്തരം ചിന്തകൾ സ്ഥാനമില്ല. വിശപ്പിന് ജാതി മതവും രാഷ്ട്രീയവും ഇല്ല. വേദനയ്ക്ക് ജാതി മതവും രാഷ്ട്രീയവും ഇല്ല. ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും ജാതി മതവും രാഷ്ട്രീയവും ഇല്ല. അതില്ല. ഞാൻ വയനാട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഇവിടെ കുറേ ഇതിങ്ങനെ അഴുക്കായി. അപ്പം അതിങ്ങനെ തുടച്ചു തന്ന ആളെ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു ആശയത്തിൻ്റെ ഒരു ബാരറിട്ട ആളാണ്. ഞാൻ പറഞ്ഞറിയോ, അത് നമ്മളിപ്പോൾ ഇതൊക്കെ എന്നിട്ട് അതില്ല. മാനുഷികമായ അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കണം. അപ്പം ഇത്തരം മേഖലകളിൽ പോയി ഞാൻ ഇപ്പോൾ വയനാട് തന്നെ ഒന്ന് പറയുകയാണ്. 15-16 കിലോമീറ്റർ നടന്ന് വനാന്തരങ്ങളിൽ പോയി മനുഷ്യ ശരീരമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന, അത് 1-2 അല്ല 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തരം സാഹചര്യത്തിൽ അത് കോരിക്കൊണ്ടുവരുന്ന ഒരു മാനസികാവസ്ഥ അവർക്ക് ദിവ്യബോധനം കിട്ടിയിട്ടല്ല, പാർട്ടി അവരെ പഠിപ്പിച്ച ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും അവരുടെ സമൂഹത്തോടുള്ള കടപ്പാടിൻ്റെ എല്ലാം ബോധത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇത്രയും വളരെ കൃത്യമായി. ഇത് പിന്നെ ഇതിനെ സമൂഹം തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നഷ്ടം കൊണ്ടാകണം പലരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വക്രീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ കീഴ്ഘടകങ്ങളിലേക്ക് സമ്മേളനം നടക്കുകയാണ്. എങ്ങനെയാണ് പുതിയ പരിപ്രേക്ഷ്യം രൂപം കൊള്ളുന്നത്? വരാനിരിക്കുന്ന ഭാവി പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പോൾ ബ്രാഞ്ച് ഇലക്ഷൻ മുതൽ ഇങ്ങനെ മണ്ഡലം തലം വരെയുള്ള ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ആ ഇലക്ഷൻ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസ്ഥാന ജില്ലാ സ്റ്റേറ്റ് ഇലക്ഷൻ ഉൾപ്പെടെ നടക്കും. അത് കഴിഞ്ഞ് ദേശീയ ഇതിലേക്കുള്ള ഇലക്ഷൻ നടക്കും. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേഡർമാർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകളൊക്കെ ഒരു സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയും രാജ്യത്തിൻ്റെ ഒരുമയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ക്ലാസ്സുകളൊക്കെ നൽകിയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു സോഷ്യൽ ഡെമോക്രാറ്റാണ്, ഒന്ന് എന്തുകൊണ്ട് എന്ന ഒരു ബോധം വളർത്തുന്ന തരത്തിലുള്ള അത്തരം അവബോധത്തിലൂടെ വളർന്നു വരുന്നൊരു കേഡർ സംവിധാനത്തിലൂടെയാണ്
രാജ്യത്ത് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. രാജ്യവ്യാപകമായി പാർട്ടി വളരുകയാണ്. കേരളത്തിൽ തന്നെ അംഗസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ ഭരണകൂടം സൃഷ്ടിക്കുന്ന ചില സമീപനങ്ങളുണ്ട്. അതൊരു പ്രധാന സംഗതിയാണ്. അതിനെന്താണെന്നറിയോ, ഇപ്പോൾ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒന്ന് ഇന്ത്യ ഭരിക്കുന്ന RSS ആണല്ലോ. RSS ആണ്. ആത്യന്തികമായി ഞങ്ങൾ ഫാഷിസത്തിനെതിരാണ്. ഫാഷിസത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീഷ്ണമായി എതിരാണ്, രൂക്ഷമായി എതിരാണ്. കാരണം ഫാഷിസം മാനുഷിക വിരുദ്ധമാണ്. അത് മനുഷ്യത്വത്തിനെതിരാണ്. ഇന്ത്യൻ ഫാഷിസത്തെ സംബന്ധിച്ച് അതിനൊരു ഗോൾവാൾക്കറും സൈനിക സ്വഭാവം കൂടിയുണ്ട്. വളരെ ഭീകരമാണത്, മനുഷ്യത്വമില്ലാത്ത. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പശുവിൻ്റെ പേര് പറഞ്ഞ് ഒരു ബ്രാഹ്മണനായ ഒരു കുട്ടിയെ കൊന്നു ഒട്ടു. അപ്പോൾ ആ പിതാവ് എന്ന് പറഞ്ഞത്, ബ്രാഹ്മണനായ പിതാവ് പറഞ്ഞത് അത് അവർക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അത്തരം ആ ഒരു മനോഗതി വളർത്തുന്നത് പോലും ഫാഷിസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫാഷിസത്തിന് ഞങ്ങൾ കറകളഞ്ഞ നിലപാടുണ്ട്. അമിത്ഷാ അല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചിലർ ചോദിക്കാറുണ്ട്. ഇനി അമിത്ഷാ അല്ല സർസംഘ് ചാലക നേരിട്ട് കൈകാര്യം ചെയ്താലും രാജ്യത്തിൻ്റെ ഭരണഘടന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും രാജ്യത്തിന് ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തി ഫാഷിസത്തെ അതിജീവിക്കുന്ന മാനുഷികതയുടെ ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതിന് സാമൂഹ്യ ജനാധിപത്യം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിൻ്റെ പേരിൽ പലരും ബലിയാടുകളാകാം, പലർക്കും തുറുങ്ക് വിധിക്കാം, കയ്യാമങ്ങൾ വയ്ക്കാം. അതൊക്കെ രാജ്യചരിത്രത്തിൽ സ്വാഭാവികമാണ്. അതൊന്നും ഈ ആശയത്തെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമല്ല. ഈ രാഷ്ട്രീയ ആശയം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, മാനുഷികതയുടെ ഈ ഒരു ബഹുസ്വരതയുടെ ഈ രാഷ്ട്രീയം രാജ്യത്ത് വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. ആശാവഹമായ സാഹചര്യമാണ് രാജ്യത്തും കേരളത്തിലുമുള്ളത്. നമുക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും.